ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തക്കാളി കുറച്ച് പുതിയതായിട്ട് നടാൻ പോവുകയാണ്. ഇത് കണ്ടോ, ഇത് നമ്മൾ അതിന് തൊട്ട് മുമ്പത്തെ സെക്ഷനിൽ നട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തക്കാളി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വിജയകരമായിട്ട് തക്കാളി കൃഷി ചെയ്ത് വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സ്ഥിരമായിട്ട് നമ്മളുടെ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ മിക്കപ്പോഴും തക്കാളി കൃഷി ചെയ്യാൻ എടുക്കുന്ന ഒരു പ്ലേസ് ഇത് തന്നെയാണ്. ഇന്നലെ വൈകുന്നേരം ഞാൻ കുറച്ച് തക്കാളി ഇവിടെ നിന്ന് ഒരു 3-4 ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട്. കണ്ടോ, അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പുറത്തൊരു ഗ്രോ ബാഗ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്താണ് ഇന്ന് ഞാൻ എങ്ങനെയാണ് ഇത് നട്ടതെന്ന് കാണിക്കുന്നത്. തക്കാളിക്ക് താങ്ങ് കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ കയർ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്. ഇതിലാണ് നമ്മൾ താങ്ങ് കൊടുക്കാറുള്ളത്. തക്കാളി വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ ഈ കയറിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ താങ്ങ് കൊടുക്കുന്നത്. നമുക്ക് ഇപ്പോൾ എല്ലാത്തരം വിത്തിൻ്റെയും സെയിലുണ്ട്. നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോർ വഴിയാണ് നമ്മളത് വിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വാട്സാപ്പ് നമ്പറുണ്ട്. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് കാറ്റലോഗ് നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. തക്കാളി ആയിട്ട് ഏത് തരം പച്ചക്കറികളുടെ വിത്തുകളും നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ എടുക്കാവുന്നതാണ്. അപ്പം ഒരു തക്കാളി നടുമ്പോൾ എന്തൊക്കെ വേണമെന്നുള്ള കാര്യമെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യമാണ് തക്കാളി കൃഷിയുടെ ആരംഭഘട്ടം തൊട്ട് നമുക്ക് അത്യാവശ്യമായിട്ടും വേണ്ടുന്ന ഒരു ഐറ്റമാണിത്. ഇത് മറ്റൊന്നുമല്ല, ഇത് സ്യൂഡോമോണസ് ആണ്. സ്യൂഡോമോണസ് എന്ന് പറഞ്ഞാൽ തക്കാളിയിലെ ദ്രുതവാട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇത് അത്യാവശ്യമായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ, അതും തക്കാളിയുടെ വളർച്ചയുടെ പല ഘട്ടത്തിൽ നമുക്കിത് ഉപയോഗിച്ച് കൊടുക്കണം. തക്കാളി കൃഷിയുടെ തുടക്കം മുതൽ നമ്മുടെ കയ്യിൽ എത്ര കാലം തക്കാളി നിൽക്കുന്നു ആ സമയം വരെ നമ്മുടെ കയ്യിൽ അത്യാവശ്യമായിട്ടും വേണ്ടുന്ന ഒരു ഐറ്റമാണ് സ്യൂഡോമോണസ്. ഇത് ഞാൻ 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് അതിൻ്റെ തെളി എടുത്ത് സ്പ്രെയർ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നതാണ്. കണ്ടോ, ഇതിൻ്റെ കുറച്ച് ഉപയോഗിച്ചതാണ് ബാക്കിയായിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറിച്ച് നടാനായിട്ട് എടുത്തിരിക്കുന്ന തൈയാണ്. ഇപ്പോൾ പറിച്ച് നടുന്നതിന് തൊട്ട് മുമ്പ്, ഈ ഗ്രോ ബാഗ് റെഡി ആകുന്നതിന് തൊട്ട് മുമ്പ് ഞാനിതിൻ്റെ എല്ലാം ചുവട്ടിൽ ഈ സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ വേരിൽ കൂടി വലിച്ചെടുത്ത് ചെടി നല്ല സെറ്റായിട്ട് അങ്ങ് നിൽക്കുവേ. ഈ ഗ്രോ ബാഗ് നമ്മൾ നേരത്തെ 1-2 കൃഷി കഴിഞ്ഞതാണ്. അന്നേരം ഇത് നമ്മൾ മണ്ണെല്ലാം നല്ല രീതിയിൽ കുത്തി ഇളക്കിയതിന് ശേഷം, അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കയറി കാണാൻ. സെയിം ഗ്രോ ബാഗ് എങ്ങനെയാണ് ഒരു 3-4 പ്രാവശ്യം ഉപയോഗിക്കുന്നത് എന്നുള്ളതായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം നല്ല രീതിയിൽ കുത്തി ഇളക്കി സൈഡ് കീറാതെ സൂക്ഷിച്ച് നല്ല രീതിയിൽ കുത്തി ഇളക്കിയതിന് ശേഷം അരപ്പിടി ഡോളോമേറ്റ് നന്നായിട്ട് വിതറി ഇളക്കി നനച്ചിട്ടിരുന്നതാണ്. ഇപ്പം ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ നടുമ്പോഴത്തേന് നമ്മൾ ചേർക്കേണ്ട വളമെല്ലാം ചേർത്തൊരു 2-3 ദിവസം വെച്ചിട്ട് തൈ നടുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഈ നട്ടിരിക്കുന്നതെല്ലാം അങ്ങനെയാണ് നട്ടിരുന്നത്. എന്നാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് 1 എന്നും പറഞ്ഞ് തുടങ്ങുന്നത്. നമ്മൾ തക്കാളി നടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നതെല്ലാം കാണിക്കാൻ. എന്താ, ചാണകപ്പൊടിയുണ്ട്. ചാണകപ്പൊടിക്ക് പകരം ആട്ടിൻ കാഷ്ടമുള്ളവർ അതെടുത്താലും മതി. ഇത് എല്ലുപൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പിൻ പിണ്ണാക്കല്ല, നമ്മളിവിടെ വേപ്പിൻ പിണ്ണാക്ക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അടിവളമായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതാണ് കൊടുക്കാറുള്ളത്. പിന്നെ നമ്മളിതേണ്ട ഇവിടെ കുറച്ച് കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. വെർമി കമ്പോസ്റ്റോ ചകിരിച്ചോറ് കമ്പോസ്റ്റോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ ഏത് തരം കമ്പോസ്റ്റാണോ നമ്മുടെ കയ്യിലുള്ളത് അത് നമുക്ക് എടുക്കാം. പിന്നെ സ്യൂഡോമോണസ് നമ്മൾ നിർബന്ധം പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ വാമ വേരുകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ തക്കാളി ചെടി നമ്മൾ നടുമ്പോൾ മുതൽ ഇതിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കരുത്തോടെ ചെടി വളരുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പം VAM വാം ഇതും നമ്മൾ തക്കാളി കൃഷിക്ക് പണ്ട് തൊട്ടേ, നമ്മളെപ്പോൾ തക്കാളി കൃഷി തുടങ്ങിയോ അതിൻ്റെ ഒരു 1-2 ഒക്കെ നമ്മളൊരു പരീക്ഷണാർത്ഥത്തിൽ ചെയ്തു. പിന്നെ നമ്മൾ പഠിച്ച് ചെയ്തപ്പോഴെല്ലാം നമ്മൾ ഈ ഐറ്റം എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഓൾറെഡി ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഗ്രോ ബാഗ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല ഇളക്കമുള്ള മണ്ണാണ്. കാരണം ആ രീതിയിലുള്ള പോട്ടി മിക്സാണ് നിറച്ചിട്ടുള്ളത്. എന്നാൽ പുതിയതായിട്ട് ഒരാൾ നടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ കരിയില, അതിന് മുകളിൽ പുളിപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണ്, അതിൻ്റെ പുറത്ത് കുറച്ച് കരിയിലയും കൂടി, അങ്ങനെ ലെയറായിട്ട് നമുക്ക് അടുക്കി കുറച്ച് ഒരു 1/4 ഭാഗം വരെ ഗ്രോ ബാഗ് നിറയ്ക്കാവുന്നതാണ്. നമ്മളിതേണ്ട ഒരു പാട്ട ചാണകപ്പൊടി എടുക്കുകയാണ്. ചാണകപ്പൊടിയുടെ അളവ് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. മണ്ണിൻ്റെ 1/3 ഭാഗം ചാണകപ്പൊടി ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇച്ചിരി കൂടിയാലൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ചാണകപ്പൊടിയാണെങ്കിലും നമ്മൾ അതിനകത്ത് കട്ട പോലൊന്നും കിടക്കാതെ നല്ല രീതിയിലൊന്ന് പൊടിച്ചു കൊടുക്കണേ. ഇത് കുറച്ച് നനവുള്ള ചാണകപ്പൊടിയാണ്. അതേസമയം ഭയങ്കരമായിട്ട് ഉണങ്ങി ഡ്രൈ ആയിട്ടിരിക്കുന്ന ചാണകപ്പൊടി ഉണ്ടല്ലോ, ചിലപ്പോൾ നമുക്ക് കടയിൽ നിന്ന് അതായിരിക്കും വാങ്ങിക്കാൻ കിട്ടുന്നത്. അതിന് ഗുണം വളരെ കുറവായിരിക്കും. ഇങ്ങനെയുള്ള ചാണകപ്പൊടി നോക്കി വീടുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള ചാണകപ്പൊടിക്ക് നല്ല ഗുണമായിരിക്കും. എല്ലുപൊടിയാണ്. ഇത്ര എല്ലുപൊടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തു. വേപ്പിൻ പിണ്ണാക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വേരിൽ കൂടിയുള്ള കീടശല്യങ്ങളൊന്നും വരാതെ നമ്മൾ ചെടിയെ സംരക്ഷിക്കുന്നതിന് വേപ്പിൻ പിണ്ണാക്കും അടിവളമായിട്ട് കൊടുക്കുന്നത് അത്യാവശ്യമാണ്. കമ്പോസ്റ്റ് ഞാൻ വളരെ കുറച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്.
പുതിയതായിട്ട് ഇപ്പോൾ ഗ്രോ ബാഗ് എടുക്കുവാണെങ്കിൽ ഈ ഐറ്റം എല്ലാം ഇട്ട് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമ്മളിവിടെ നേരത്തെ നട്ടിട്ടുണ്ടായിരുന്ന ഗ്രോ ബാഗിൽ തന്നെ പിന്നെ ഇടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല രീതിയിൽ മിക്സായി ഇളക്കി കൊടുക്കണേ. ഇതിനകത്ത് ഞാനൊരു ഏകദേശം 20 ഗ്രാം എന്ന കണക്കിലുള്ള സ്യൂഡോമോണസ് ഇതിനകത്ത് വിതറി കൊടുക്കുവാണേ. അപ്പം നമ്മളിപ്പോൾ വളമെല്ലാം ഇട്ടു. വളമെല്ലാം ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒരു 2-3 ദിവസം ഇങ്ങനെയൊക്കെ വെച്ചതിന് ശേഷം തൈ പറിച്ച് നട്ടതാണ് ഏറ്റവും നല്ലത്. അപ്പോഴത്തേനും ഒരു നല്ല സെറ്റാകും. ഇനി നമ്മൾ കുഴി എടുക്കുകയാണ്. കുഴി എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. നല്ല താഴ്ചയിൽ തന്നെ കുഴി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഒരു ഗ്രോ ബാഗിൽ 2 എണ്ണമാണ് നടുന്നത്. ഇനി അതിനകത്തോട്ട് ഇതേണ്ട വാം, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാം കുറച്ച് വിതറി കൊടുക്കുകയാണ്. വളരെ കുറച്ച് മതി. ഒരു 1/2 സ്പൂൺ എന്നുള്ള കണക്കിലാണ് ഒരു കുഴിയിൽ ഇട്ട് കൊടുക്കുന്നത്. വിതറി കൊടുത്തു. ഇനി നമ്മൾ തൈ നടുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് കണ്ടോ, ഈ ചെറിയ രോമങ്ങൾ പോലെ കാണുന്നതെല്ലാം ഇതിൻ്റെ വേരുകളാകുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പോലും ഇത് പിടിക്കും. കാരണം ഈ ചെറിയ ഹെയർ എല്ലാം വന്ന് നല്ലതായിട്ട് വേരുകളായിട്ട് വരും. തൈ നടുമ്പോൾ മാക്സിമത്തിൽ ഇറക്കി താത്ത് നടണം. ചെടി മറിഞ്ഞു പോകാതിരിക്കുന്നതിനും നല്ല കരുത്തോടെ വെല്ലത്തോടെ നിൽക്കുന്നതിനും ഇറക്കി ഇങ്ങനെ നടുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ടോ, ഇത്രയും താത്തെങ്കിലും നടണം. ഇത് ഒരെണ്ണത്തിൽ 2 എണ്ണം ഉണ്ട്. ഇത് ഞാൻ പതുക്കെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. മേരൊന്നും പൊട്ടാതെ നന്നായിട്ട് മണ്ണിൽ ഉറപ്പിച്ച് നിർത്തണം. ഇനിയും നമ്മൾ തൈ നട്ടതിന് ശേഷവും ചെടിയിൽ മൊത്തത്തിൽ സ്യൂഡോമോണസ് ഇലയിലും തണ്ടിലും ചുവട്ടിലും എല്ലാം നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചുവട്ടിൽ ബാക്കി ഒഴിച്ചും കൊടുക്കണം കേട്ടോ. ഇലയുടെ അടിയിലും സൈഡിലും എല്ലാം വീഴണം. ബാക്കി വരുന്നത് നമുക്ക് ചെടിയുടെ ചുവട്ടിലും കൂടെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമായത് കേട്ടോ. അപ്പം നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴത്തേന് പ്രത്യേകിച്ച് കിടശല്യങ്ങളൊന്നും വരത്തില്ല. കുറഞ്ഞതൊരു 1-1.5 ആഴ്ചയുടെ ഗ്യാപ്പിലെങ്കിലും നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്യൂഡോമോണസ് ഇലയിലും തണ്ടിലും ചുവട്ടിലും ഒക്കെ ഒഴിച്ചു കൊടുക്കണം. തൈ നട്ടതിന് ശേഷം നമ്മൾ കരിയില പുതയിട്ട് കൊടുക്കണം. അപ്പോൾ ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വൈകുന്നേരങ്ങളിലാണ് ഞങ്ങൾ കൂടുതലായിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വൈകുന്നേരങ്ങളിലാണെങ്കിൽ രാത്രി മൊത്തം വെള്ളം പിടിച്ചു നിന്ന് ചെടി നല്ല ഉന്മേഷത്തോടെ നിൽക്കുന്നതിന് സഹായിക്കും. രാവിലെ ഒഴിച്ച് കൊടുക്കുന്നതിലും നല്ലത് വൈകുന്നേരം ഒഴിച്ച് കൊടുക്കുന്നത്. 2 നേരം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ വളർച്ചാ ഘട്ടത്തിലുള്ള വീഡിയോയും ഇടുന്നതായിരിക്കും. അപ്പം തക്കാളി കൃഷിയെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.